കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇത് മെയിൻലി നമ്മുടെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ബുക്ക് മാപ്പും വോളിയം പ്രൊഫൈലും ഓർഡർ ഫ്ലോ വെച്ചിട്ടുള്ള ട്രേഡ് സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അത് ക്യാച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ന്യൂസ് എവിടെ എന്തൊക്കെയാണ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഗോൾഡിലാണ് ട്രേഡ് ചെയ്യാറ്. നമ്മുടെ ട്രേഡ് സെറ്റപ്പ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഗോൾഡിലാണ്. നമുക്ക് ഗോൾഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരു 7 മണിയാകുമ്പോൾ നമുക്കൊരു USD ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPയും ന്യൂസും വരാനുണ്ട്. ഇത് രണ്ടും വളരെ ഗോൾഡിനെ എഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളാണ് ഇത് രണ്ടും. അതുകൊണ്ട് 7 മണി വരെയുള്ള സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആ സമയത്ത് എക്സിറ്റ് ആവുന്നതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ലൈവായിട്ട് തന്നെ ഓൾറെഡി ഉണ്ട്. അത് ആ സമയമാകുമ്പോൾ ഡെവലപ്മെൻറ്റ് വേറെ ആയിരിക്കും. ഇപ്പോൾ കാണുന്ന ലിക്വിഡിറ്റി ആയിരിക്കില്ല ഇത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിക്വിഡിറ്റിയുടെ അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ Sweep ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. BTC-USDT buyers at ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ 96,860. നിങ്ങളുടെ ട്രേഡ് ലെവൽസ് ആക്യുറസി കൂട്ടുന്നതിനും മറ്റുമായിട്ടാണ്. കാരണം നമുക്കൊരു നമ്മുടെ ലോസ് കുറയ്ക്കുക, അത്രയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇത്രയും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡിറ്റി നിങ്ങൾക്ക് കാണാതെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് എപ്പോഴും നമ്മൾ വരയ്ക്കുന്ന രീതിയിലല്ല ലിക്വിഡിറ്റി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് നിങ്ങൾ എന്താ പറയുക, ബുക്ക് മാപ്പൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എവിടേക്കാണ് ട്രാപ്പിലായത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ തലേ ദിവസത്തെ ലിക്വിഡിറ്റി ഒന്നും ആയിരിക്കില്ല പിറ്റേ ദിവസം വരുമ്പോഴുള്ള ലിക്വിഡിറ്റി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അതിന് ന്യൂസ് നോക്കി അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാനാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും ഇന്നൊരു അപ് ട്രെൻഡിൻ്റെ ഒരു സാധ്യത ഇവിടെ ഞാൻ രാവിലെ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ നമുക്ക് 2715 വരെ ഫ്യൂച്ചറിൽ പോകാൻ സാധ്യതയുണ്ട്. 2715 വരെയും പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ 2695 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ഫീൽ ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കി അറിയാം നെഗറ്റിവിറ്റി പുട്ട് ഓപ്ഷനിൽ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഒരു ട്രെൻഡ് സാധ്യത നമുക്ക് എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇന്നത്തെ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ ലെവൽസും ഫ്യൂച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, CFD ബേസ് ചെയ്തിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്തായാലും ഈ ഒരു റേഞ്ച് ഇത് കാണുന്നത് CFDയുടെ പ്രൈസാണ്. 2780 മുകളിൽ ചെറിയൊരു അപ് ട്രെൻഡ് ഓൾറെഡി ഫോം ചെയ്ത പോലെ ഉണ്ട്. എന്നാലും അതിന് കുറച്ച് റെസിസ്റ്റൻസ് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു റേഞ്ചൊക്കെ വരെ 2694 വരെ മേ ബി പോകാനുള്ള സാധ്യതയുണ്ട്. CFD ബേസ് ചെയ്താണ്. ലോവർ ലെവലാണെങ്കിൽ 2650 നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ലിക്വിഡിറ്റിയിൽ ഭാഗത്തേക്ക് വരുമ്പോൾ എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 2710 എന്ന് പറയുന്ന ഫ്യൂച്ചർ പ്രൈസിലാണ് ലിക്വിഡിറ്റി ഉള്ളത്. 2710 എന്ന് പറയുന്ന ഫ്യൂച്ചർ പ്രൈസിലാണുള്ളത്. 2710 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇതുണ്ടോ നോക്കാം. കഴിഞ്ഞ സെഷൻസിൻ്റെ ഒരു POC വരുന്നൊരു ഭാഗമാണ് 2710 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്. അത് ഇന്ന് ന്യൂസും കൂടി വരാനുള്ളതുകൊണ്ട് ലോവർ ലെവലിലും നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ മൈൻഡിൽ വയ്ക്കുക. ലോവർ ലെവലിലുള്ള ലിക്വിഡിറ്റി നമ്മൾ തൊട്ട് 2670 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 2696 ആണെങ്കിൽ അതിൽ നിന്നും ഒരു 20 പിപ്സിൻ്റെ ട്രേഡ് 2680 2660 അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി CFDയിലുണ്ട്. CFDയിലുണ്ട് ഓൾറെഡി ഉണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ ഒരു ന്യൂസിന് മുമ്പുള്ള ലിക്വിഡിറ്റിയാണ്. ആ ന്യൂസ് വരുമ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ലിക്വിഡിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലൈവ് മാർക്കറ്റിൽ നമ്മളൊരു ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ നോക്കി ലിക്വിഡിറ്റി വരയ്ക്കുന്നവർക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് അവിടെയാണ്. നമുക്ക് എന്തായാലും ഈ ഒരു റേഞ്ച് വരെ നമുക്ക് അപ് ട്രെൻഡ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ 2660 നമുക്കിപ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളതെന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ക്രിപ്റ്റോൻ്റെ ലിക്വിഡിറ്റി എവിടെയാണുള്ളതെന്ന് ചോദിച്ചിരുന്നു. ഏകദേശം 11,000 നല്ല ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ക്രിപ്റ്റോയിലെ ലിക്വിഡിറ്റി അത്യാവശ്യം വർക്കിംഗ് ആവുന്ന ഒന്നാണ്. ഗോൾഡിനേക്കാളും ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അത്യാവശ്യം റിജക്ഷനൊക്കെ വരുമ്പോൾ അത്യാവശ്യം റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ലോവർ ലെവലിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴെ 90,000 ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് ലിക്വിഡിറ്റി ഉള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണുള്ളത്. ഇപ്പോൾ ട്രേഡ് എടുക്കുന്നത് 96,880 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രിപ്റ്റോയിലെ ബിനാൻസിൻ്റെ പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്തായാലും ഗോൾഡിൻ്റെ ലിക്വിഡിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി 2710 ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഈ മാർക്ക് ചെയ്തിരുന്ന ഭാഗത്താണ്. ലോവർ ലെവലാണെങ്കിൽ
2670 അതുപോലെ തന്നെ 2660 ചെറിയ രീതിയിലുള്ള ലിക്വിഡിറ്റി, 2650 2620 ഇതെല്ലാം ചെറിയ ചെറിയ രീതിയിലുള്ള ലിക്വിഡിറ്റീസാണ്. ന്യൂസും കാര്യങ്ങളും വരുമ്പോൾ ലിക്വിഡിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാവാം. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഓരോ മാർക്കറ്റ് കണ്ടീഷനും ഓരോ സെഷൻസിൻ്റെ ഓപ്പണിംഗ് അനുസരിച്ചും മറ്റ് ഗ്ലോബലി ഉള്ള ചേഞ്ചസ് അനുസരിച്ച് ലിക്വിഡിറ്റിയൊക്കെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചാർട്ട് നോക്കിയിട്ട് ലിക്വിഡിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ട്രേഡിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിങ്.